വെൽക്കം ബാക്ക് ടു ഗുഡ്വിൽ പാചകം. എൻ്റെ പേര് ഷെഫ് നിബിൻ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ടൊരു അടിപൊളി ജിലേബിയാണ്. എല്ലാവരും പല ജിലേബികളും കഴിച്ചിട്ടുണ്ടെങ്കിലും പൈനാപ്പിൾ വെച്ചൊരു ജിലേബി നമുക്കിന്ന് ഉണ്ടാക്കിയാലോ. നമ്മളിന്ന് പൈനാപ്പിൾ ജിലേബിക്ക് ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ ഒരു 6 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റൗണ്ടായിട്ട്. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നടുക്കത്തെ ആ കൂഞ്ഞിൽ കളഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റമാണ് ഒരു 100 ഗ്രാം മൈദ. മൈദയുടെ താഴെ നിൽക്കണം കടലമാവ്. ഒരു 50 ഗ്രാം കടലമാവ് വേണം. അത് രണ്ടും ഒരു 100, 50 അങ്ങനെ ഒരു കണക്കിലാണ് ചെയ്യാവുള്ളൂ. നിങ്ങൾ വീട്ടിലായാലും എടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതി അങ്ങനെയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സാഫ്രോൺ യെല്ലോ കളറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ്രോണിൻ്റെ റെഡ് കളറോ കുങ്കുമപ്പൂവിൻ്റെ വേറെ ഒരു ഫ്ലേവറുള്ള വേറെ കളറുകളോ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ പൈനാപ്പിൾ ജിലേബി ആയതുകൊണ്ട് നമുക്ക് സാഫ്രോൺ യെല്ലോ കളറാണ് നല്ലത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ലേശം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ നമ്മളൊരു 150 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്. സിറപ്പിന് വേണ്ടിയിട്ടാണ്. ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഷുഗർ സിറപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഒരു 3 ഏലയ്ക്ക് ചെറു നാരങ്ങയുടെ ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പിന് ആവശ്യമായിട്ട് നമ്മൾ 150 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് വെള്ളം ഒന്ന് സിറപ്പാവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ചെറുനാരങ്ങയുടെ ഒരു റൗണ്ട് കഷ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ആ സിറപ്പൊക്കെ ഒരു കണ്ടൻസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ ഒരു 3 ഗ്രാം ഒരു കറുവപ്പട്ടയും 3 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബോയിലായി വറ്റി വരട്ടെ. ഇത് നന്നായിട്ട് സിറപ്പായി വരുമ്പോഴേക്കും നമുക്ക് പൈനാപ്പിൾ ജിലേബിക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. നമ്മൾ പൈനാപ്പിൾ ജിലേബിക്ക് വേണ്ടി ബാറ്റർ തയ്യാറാക്കാൻ പോവുകയാണ്. ഒരു 100 ഗ്രാം മൈദ ആഡ് ചെയ്യുകയാണ് ഫസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 50 ഗ്രാം കടലമാവും കൂടി ആഡ് ചെയ്യുകയാണ്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് സോൾട്ട്, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാഫ്രോൺ യെല്ലോ കളറ്. നമുക്ക് ഇതിനെ ഒന്ന് ബാറ്റർ അടിച്ചെടുക്കാം. ആവശ്യത്തിനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് ബാറ്റർ അടിക്കാം. ഏകദേശം നല്ലൊരു കളറായിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ. ഇത് പാകമാണ്. ഇതിന് നമുക്കൊരു 2 മിനിറ്റ് 2-3 മിനിറ്റ് നമുക്ക് ഇവനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ സിറപ്പും കാര്യങ്ങളൊക്കെ റെഡിയാവും. നമ്മുടെ പൈനാപ്പിൾ ജിലേബിക്കുള്ള ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ബാറ്ററി മുക്കി ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ 6 പൈനാപ്പിളാണ് റൗണ്ടായിട്ട് കട്ട് ചെയ്തേക്കണേ ജിലേബിക്ക് ആവശ്യമായിട്ട്. ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളെല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് മറയ്ക്കാം. 5 മിനിറ്റ് കിടക്കണം സിറപ്പിൽ. എല്ലാവർക്കും വീട്ടിൽ ചെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പൈനാപ്പിൾ എല്ലാവരുടെ അടുത്തും കാണുമല്ലോ. അപ്പോൾ സുഖമായിട്ട് വീടുകളിൽ പോയി ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വീടുകളിൽ ചെയ്തെടുക്കാം. കടയിൽ നിന്നും പോയി മേടിക്കേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് സുഖമായിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കടലമാവ് ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങളുടെ ഓപ്ഷണലാണ്. കടലമാവ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ രുചിയും കാര്യങ്ങളും കൊണ്ടാണ് കടലമാവ് ഇട്ടേക്കണേ. മൈദ വെച്ചാലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ കടലമാവ് ഉണ്ടെങ്കിലോ ചെയ്യുള്ളൂ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. മൈദ ഇട്ടാലും നിങ്ങൾക്ക് ചെയ്യാം. അടിപൊളി ഐറ്റമാണ് പൈനാപ്പിൾ ജിലേബി. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൈനാപ്പിൾ ജിലേബി ആയിട്ടുണ്ട്. കടകളിലൊക്കെ ഇത് കുറവാണ്. ഇത് അധികം ആരും ചെയ്യാത്തൊരു ഐറ്റമാണ്. ഇത് നമ്മളെ റെസിപ്പി ചെയ്തേക്കുന്ന അടിപൊളി ഐറ്റമാണ്. നിങ്ങൾ വീടുകളിൽ പോയി നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുകയുള്ളൂ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് വയ്ക്കാം. നമ്മുടെ പൈനാപ്പിൾ ജിലേബി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ വീടുകളിൽ പോയി ട്രൈ ചെയ്യുക. അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയൊരു ഐറ്റമായി വീണ്ടും കാണാവുന്നതാണ്. സൈനിങ് ഓഫ്.